എടി കുഞ്ഞോളെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി ഈ പഠിപ്പുര എപ്പോഴും അടച്ചിടണമെന്ന്. ചേച്ചി, അച്ഛനോട് ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട, കൂടുതൽ പ്രശ്നമാവും. മാമ. ആരേ? എന്നെയാണ് മാമാന്ന് വിളിച്ചത്? ആരാടാ നിന്റെ മാമൻ? എനിക്കൊരു അബദ്ധം പറ്റിയ ശാന്തപ്പ മാമ ക്ഷമിക്കണം. എന്തോന്ന് ക്ഷമിക്കണോന്ന്? നടു റോഡിൽ നാട്ടാരുടെ മുമ്പിൽ വെച്ച് എന്റെ മോളെ കൈവച്ച് നിന്നോട് ഞാൻ ക്ഷമിക്കണോന്നാ? കല്യാണ മണ്ഡപത്തിൽ വെച്ച് നീ എന്നോടൊന്ന് കോർത്തായിരുന്നു, അതും കൂടെ ചേർത്ത് ഞാൻ ക്ഷമിക്കാടാ. എന്താ വേണോ? നിങ്ങൾ എന്തിനാ മനുഷ്യനെ ഇവനോടൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുന്നേ? ചാരുവിനെ ഇവൻ അടിച്ചതിന് പകരമായിട്ടേ ഇവൻ ഇവിടുന്ന് അടിച്ചിറക്കും മനുഷ്യ. ചിറ്റേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്തോന്ന് കേൾക്കാനാടാ? നീ അവളെ തല്ലിയതിന്റെ കാരണം വിളമ്പാനോ? ശാന്തപ്പ മാമ അപ്പോഴുള്ള ദേഷ്യത്തിന് ചെയ്തു പോയതാ. എന്നോട് ക്ഷമിച്ച് ചാരുവിന് എന്റെ കൂടെ വിടണം. നിന്റെ കൂടെ അവളെ അയക്കാനോ? നടക്കില്ല മോനെ. പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഇന്ന് നീ അവളെ അടിച്ചു, നാളെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോ നീ അവളെ കൊന്നാലോ? അങ്ങനെ സംഭവിക്കും. ആ ഹേമയുടെ മോനല്ലേ ഇവൻ. എടാ ചെക്ക, ചാരുവിനെ നിന്റെ കൂടെ വിടുന്നില്ല, നീ ഇറങ്ങി പോവാൻ നോക്ക്. ചാരുവിനെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എവളൊന്നും വരില്ല, എവക്ക് നിന്നെ വേണ്ട. അത് തീരുമാനിക്കുന്നത് നിങ്ങളാണോ? ചാരു വാ. നിക്കടി അവിടെ. ഞാൻ അക്കുച്ചേട്ടന്റെ കൂടെ തന്നെ ജീവിക്കും. ശാന്തപ്പ മാമ, ചിറ്റേ, എനിക്ക് പറ്റിയ അബദ്ധത്തിന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് കാക്കോത്തിയോട് സോറി പറയാം. അയ്യോ അക്കുച്ചേട്ടാ, എന്തിനാ സോറിയൊക്കെ? അക്കുച്ചേട്ടന് എന്നെ തല്ലാനുള്ള അവകാശം ഉണ്ടല്ലോ. ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് തല്ലുകൂടിയിട്ടുള്ളതല്ലേ. ചിറ്റേ, രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയാ. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ ഇങ്ങനെ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും. സ്വന്തം ഭാര്യയെ കൊന്നവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ, ഒച്ച എടുക്കണ്ട. 1000 പറയാ ഇപ്പൊ എന്റെ വീട്. അക്കുച്ചേട്ടന എന്റെ ഭർത്താവ്. ഞാൻ അക്കുച്ചേട്ടന്റെ കൂടെ പോവും. വാ അക്കുച്ചേട്ടാ. നീ പൊക്കോടി, അവിടെ ചെന്നാ നീ അനുഭവിക്കുന്നേ ഉള്ളൂ. പോട്ടെ, ശരി, വിളിക്കാം. പോട്ടെ. ഡേ അശ്വതി, നിന്റെ അച്ഛന്റെ ഇരിപ്പ് കണ്ടാലേ പുതിയ പെണ്ണിനെ വരവേൽക്കാനിരിക്കുന്ന പോലുണ്ട്. ഐശ്വര്യക്കേട് തിരിച്ചു വരുവാണെന്ന് നിന്റെ അച്ഛൻ അറിയില്ലല്ലോ. ആ, നിലവിളക്കും ആരതിയൊക്കെ റെഡിയാക്കി വെച്ചോ. 2ാം വരവ് നമുക്കങ്ങ് ആഘോഷിക്കാം. എന്തിനാമേ ചുമ്മാ? ബാല, ആകാശമോൻ ചാരുമോളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതല്ലേ, ടെൻഷൻ ആവണ്ട, അവരിപ്പോ എത്തും. ഗോവിന്ദ, ശാന്തപ്പനെയും കുഞ്ഞുമോളും നിനക്ക് അറിയാവുന്നല്ലേ. ഒരു കാരണവശാലും ആകാശിന്റെ കൂടെ ചാരുമോളെ വിടാൻ അവർ തയ്യാറാവില്ല. ആകാശ് എങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൂടി ആകാശമോന്റെ കൂടെ ചാരുമോളെ വിളിക്കാൻ പോകാമായിരുന്നല്ലോ. അറിയാ ഗോവിന്ദ, പോവാമായിരുന്നു. പക്ഷേ തെറ്റ് ചെയ്ത് ആകാശല്ലേ. അവൻ തന്നെ ചാരുമോളോട് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരണം. അതാ അതിന്റെ ശരി. ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തെറ്റ് സംഭവിക്കാൻ പാടില്ലല്ലോ.
ചാരു മോളെ, എന്റെ മോള് വന്നല്ലോ. ബാലമാമ, അച്ഛൻ ഇവിടെ ഒന്ന് പറഞ്ഞതിനൊക്കെ ഞാൻ സോറി പറയോ? എന്തിനാ മോളെ സോറിയൊക്കെ? നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേ നിന്റെ അച്ഛൻ വന്നതും നിന്നെ കൂട്ടിക്കൊണ്ട് പോയതും. ബാലമാമ, അയാൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ബാലമാമയെ അപമാനിക്കാൻ വേണ്ടി മാത്രം ചെയ്തത്. ചാരുമോളെ, എന്നെ അപമാനിക്കാനാണെങ്കിലും നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നല്ലോ ശാന്തപ്പൻ. ആകാശേ, മോളെ കൂട്ടി അകത്ത് പോ. ശരി അച്ഛാ, വാ. അച്ഛന്റെ വാക്കും കേട്ട് നാണമില്ലാതെ ആ ശാന്തപ്പൻ ഈ കുഞ്ഞുമോടെ മുന്നിൽ പോയി കയ്യും കാലും പിടിച്ച് തിരിച്ചു വിളിച്ചോണ്ട് വന്നിരിക്കല്ലേ? കഷ്ടം. ആകാശേ, നീയും ചാരുമോളും നിങ്ങളുടേതായ ജീവിതം ജീവിക്കേണ്ടവരാ. മറ്റുള്ളവർ പറയുന്നത് കേട്ടോ അവരെന്ത് വിചാരിക്കുന്നു ആലോചിച്ചുകൊണ്ട് ജീവിക്കാൻ നിന്നാ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല മക്കളെ. അത് മനസ്സിലാക്കിയിരുന്ന നിങ്ങൾക്ക് കൊള്ളാം. മോനെ, ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ, വാ.